ഷെൻ ലൊക്കേഷനിലേക്ക് മടങ്ങിയെത്തി കഴിയുമ്പോഴത്തേക്കും ഒന്നും അറിയാത്തതുപോലെ ജിയോയും ഷെൻ ഇത്രയും നേരം എവിടെയായിരുന്നു എന്നൊക്കെ അവളോടും ചോദിക്കുന്നു. ഡ്രൈവർ എന്നെ തെറ്റായിട്ടുള്ള സ്ഥലത്തേക്കാണ് ഇറക്കി വിട്ടത്. ശരിക്കും എന്തായിരുന്നു സംഭവിച്ചതെന്നൊക്കെ ഷെനും ജിയോയോട് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഇതിനു മുമ്പ് ഡ്രൈവർക്ക് പല പല സ്ഥലങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയതാകുവാനാണ് സാധ്യത എന്നൊക്കെ ജിയോ പറയുമ്പോഴത്തേക്കും നേരത്തെ തന്നെ ജിയോയുടെ ഫോണൊക്കെ ലു പരിശോധിച്ചതായിരുന്നല്ലോ. അതില് ഡ്രൈവർക്ക് ഒരേ ഒരു ലൊക്കേഷൻ മാത്രമായിരുന്നു ജിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതും. സോ ഇതൊരിക്കലും ഡ്രൈവറുടെ മിസ്റ്റേക്ക് ആയിരുന്നില്ല എന്നൊക്കെ ലൂവും പറയുന്നു. തെറ്റ് ചെയ്തത് ജിയോ ആണെന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ജിയോ ഇൻവെസ്റ്ററുടെ മകളാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യമൊക്കെ വിട്ട് കളഞ്ഞേക്കുവാൻ ബോസ് ആക്ഷൻ കാണിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന ഷെന്നും അതൊക്കെ അങ്ങ് വിട്ടുകളയുന്നു. ആദ്യമായിട്ടാണ് നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തത്. ഈ ഒരു ദിവസം ഇത്രത്തോളം പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതുപോലെ ഇനി ഒരു ദിവസം പോലും പ്രശ്നം ഉണ്ടാക്കുവാനായിട്ട് പാടില്ല. എല്ലാവരും വളരെയധികം കൃത്യതയോടുകൂടി തന്നെ വേണം അവരുടെ ജോലിയൊക്കെ ചെയ്യുവാൻ. എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾ എത്ര വലിയ പൊസിഷനിലുള്ള ആളാണെന്നൊന്നും തന്നെ ഞാൻ നോക്കുകയില്ല. ഞാനും അവർക്ക് നല്ല ശിക്ഷയൊക്കെ കൊടുക്കുന്നതായിരിക്കുമെന്നൊക്കെ ഷെൻ ജിയോനെ ഉദ്ദേശിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുകയാണ്. ഇത്തവണ തെറ്റൊക്കെ ചെയ്തത് ജിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവളെ പ്രൊഡക്ഷൻ ടീമിൽ നിന്ന് മാറ്റാം. അവൾക്ക് ക്യാമറ വർക്ക് മാത്രം കൊടുത്താൽ മതിയെന്ന് ബോസ് പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ സാരമില്ല. അവൾക്ക് ഇഷ്ടമുള്ള വർക്കൊക്കെ അവളങ്ങ് ചെയ്തോട്ടെ. ഇനി നിങ്ങൾ എല്ലാവരും ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നൊക്കെ ഷെന്നും പറയുന്നു. ഇന്ന് നീ ഒരു ഹീറോയിനെ പോലെയാണ് എന്നെ വന്ന് രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അത് ശരിക്കും എന്റെ ഹൃദയത്തിൽ തൊട്ടിട്ടുണ്ടായിരുന്നു. സോ നിനക്ക് വേണ്ടി ഞാൻ മീറ്റൊക്കെ ഗ്രില്ല് ചെയ്ത് തരുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് ഷെന്നും അതൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. ഇത്രയും കാലത്തെ ഗ്യാപ്പിനൊടുവിൽ ഇപ്പോൾ അവള് തനിക്ക് വേണ്ടിയിട്ട് മീറ്റൊക്കെ ഗ്രില്ല് ചെയ്ത് കൊടുക്കുന്നതില് ലൂവിന് ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരും അവർ രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രിക്ക് വളരെയധികം നല്ലതാണെന്നൊക്കെ പറയുന്നുമുണ്ട്. ലൂ എരിവുള്ള ഫുഡൊക്കെ കഴിക്കുന്നത് കാണുന്ന ഷെന്നും നീ എന്നു മുതലാണ് എരിവുള്ള ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് തുടങ്ങിയതെന്ന് അവന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ആദ്യമായിട്ട് നിന്റെ കൂടെ ഇരുന്ന് ഞാൻ എരിവുള്ള ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോഴത്തേക്കും നിനക്കത് വളരെയധികം ഇഷ്ടമുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഫ്യൂച്ചറിൽ നമ്മൾ ഒന്നിച്ചൊക്കെ ജീവിക്കേണ്ടവരാണല്ലോ. അതുകൊണ്ട് തന്നെ നീ കഴിക്കുന്ന അതേ ഫുഡൊക്കെ നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനും എരിവുള്ള ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് തുടങ്ങി. പിന്നീടാണ് എരിവൊന്നും അത്രയ്ക്ക് വലിയ പ്രശ്നമല്ല എന്നും അതിന് അതിൻ്റെതായിട്ടുള്ള രുചി ഉണ്ട് എന്നും ഞാനും മനസ്സിലാക്കിയതെന്നൊക്കെ ലോ പറയുമ്പോൾ നമുക്ക് വീണ്ടും ഒന്നിക്കാമെന്ന് ഷെന്നും ലൂവിന്റെ അടുത്ത് പറയുകയാണ്. പക്ഷെ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യം അത് സത്യമാണോ കള്ളമാണോ എന്ന് ലൂ ചോദിക്കുമ്പോഴത്തേക്കും അത് നീ തന്നെ കണ്ടെത്തുന്ന രീതിക്കായിരുന്നു ഷെന്നിന്റെ മറുപടിയും. ഈ ഒരു സീനൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് ആ ഒരു സീനിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ്. നമ്മൾ ഷോയിന്റെ ഫസ്റ്റ് എപ്പിസോഡായിട്ടാണ് ഇത് കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ക്ലൈമാക്സ് ഒക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. സോ ഇതൊക്കെ തന്നെ ഫേക്ക് ആയിട്ടുള്ള ഒന്നായിരിക്കുമോ എന്നൊക്കെ ബോസും സംശയിക്കുന്നു. പക്ഷെ ആ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നേരത്തെ ഷെന്നിനെ രക്ഷിക്കാനായിട്ട് പോയ സമയത്ത് ലൂവിന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെൻ ആയിരുന്നു അതിന് മരുന്നൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതും. അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ അവനും കണ്ടു നോക്കുന്നു. ഇതെല്ലാം തന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഷെൻ പറഞ്ഞ കാര്യം, അതായത് ഷെൻ ലൂവുമായിട്ട് ഒന്നിക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ള ആ ഒരു തീരുമാനം അത് സത്യമാണെന്ന് എല്ലാവരും തന്നെ മനസ്സിലാക്കുകയാണ്. എന്തായാലും നിലവിലെ ട്രൂത്ത് ഓർ ലൈ എന്ന ആ ഒരു സെക്ഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി കണ്ടസ്റ്റൻസിന്റെ അടുത്ത് തന്നെ ഇവർ പറഞ്ഞതിൽ ഏതാണ് സത്യം ഏതാണ് കള്ളം എന്നൊക്കെ മനസ്സിലാക്കേണ്ട സമയം എത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ട് ക്വിനിന്റെ ഇന്റർവ്യൂ ആണ് നടക്കുന്നത്. ക്വിൻ പറഞ്ഞതിൽ ഏതായിരുന്നു സത്യമെന്ന് അവർ ചോദിക്കുമ്പോഴത്തേക്കും സിയു സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കുവാനായിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞത് സത്യമായിരുന്നുവെന്ന് ക്വിനും പറയുകയാണ്. ഞാൻ സിയുവിനെ കാണുമ്പോഴത്തേക്കും അവന്റെ അടുത്ത് പറയുവാനായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷെ അവനെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് അതൊന്നും തന്നെ പറയുവാനായിട്ട് സാധിച്ചില്ല. എങ്കിൽ പോലും അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് അവളും അറിയിക്കുന്നു. ഇനി സിയുവും അവളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിലേതാണ് സത്യമെന്ന് അവർ ചോദിക്കുമ്പോൾ വെള്ളത്തിന് നല്ല രുചി ഉണ്ടായിരുന്നു എന്നൊക്കെ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനും അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ള വ്യക്തി ഒരിക്കലും കള്ളം പറയുകയില്ല എന്ന വിശ്വാസത്തിലാണ് അവളും ഉണ്ടായിരുന്നത്. അടുത്തതായിട്ട് സിയുവിന്റെ അടുത്ത് ഇന്റർവ്യൂ ഒക്കെ നടത്തുകയാണ്. ക്വിൻ പറഞ്ഞ ഏത് കാര്യമാണ് കള്ളമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് സിയുവിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ സംസാരിക്കുന്നത് കേൾക്കുവാൻ അവൾക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞതായിരുന്നു കള്ളമായിട്ടൊക്കെ എനിക്ക് തോന്നിയത്. എനിക്ക് പൊതുവെ ആൾക്കാരെയൊക്കെ കാണുമ്പോഴത്തേക്കും ഒന്നും തന്നെ സംസാരിക്കുവാൻ സാധിക്കാറില്ല. പ്രത്യേകിച്ച് ക്വിന്നിന്റെ കണ്ണിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ച കാര്യം പോലും എനിക്ക് പറയുവാനായിട്ട് കഴിയാറില്ല. അതുകൊണ്ട് തന്നെ അവൾക്കും എന്റെ സംസാരമൊക്കെ ബോറായിട്ട് തോന്നിയിട്ടുണ്ടാകും. പിന്നെ അവളും അത് തുറന്നു പറയാതിരുന്നതായിരിക്കുമെന്നൊക്കെ സിയുവും പറയുന്നു. സിയു പറഞ്ഞ കാര്യങ്ങളിൽ ഏതായിരുന്നു സത്യമെന്ന് അവർ ചോദിക്കുമ്പോഴത്തേക്കും വെള്ളത്തിന്റെ നല്ല രുചി ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ് സത്യം.
അതൊരിക്കലും വെള്ളത്തിന്റെ ക്വാളിറ്റി കാരണമായിരുന്നില്ല, മറിച്ച് ക്വീൻ എനിക്ക് തന്ന വെള്ളമായതുകൊണ്ടാണ്. ഇതുപോലത്തെ ഒരു പ്രോഗ്രാമിൽ ക്വീനിന്റെ ഒപ്പം പങ്കെടുക്കുവാനായിട്ട് സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നും കൂടി സിയു പറയുന്നു. സുവിന്റെ അടുത്ത് സു പറഞ്ഞ ഏത് കാര്യമായിരുന്നു സത്യമെന്ന് അവർ ചോദിക്കുമ്പോഴത്തേക്കും ചെങ് മറ്റൊരു വിവാഹമൊക്കെ കഴിക്കുകയാണ് എങ്കിൽ ആ ഒരു വിവാഹവേദിയിൽ ഞാനും അവന് റീത്തൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞത് സത്യം തന്നെയായിരുന്നു. അതൊരിക്കലും എനിക്ക് ചെങ്ങിനോടുള്ള ഇഷ്ടം കാരണമായിരുന്നില്ല, മറിച്ച് അവന്റെ സ്വഭാവം എനിക്ക് അത്രത്തോളം ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാനും 120 റീത്തൊക്കെ അവന് കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നതെന്ന് അവളും അറിയിക്കുകയാണ്. ചെങ് പറഞ്ഞ ഏത് കാര്യമായിരുന്നു കള്ളമെന്ന് അവർ ചോദിക്കുമ്പോഴത്തേക്കും ഞാനും മറ്റ് സ്ത്രീകളുടെ ഒപ്പം ഡിന്നറൊക്കെ കഴിക്കുവാനായിട്ട് പോയെന്ന് പറഞ്ഞത് കള്ളമായിരുന്നു. ഒന്നെങ്കിൽ സൂവിന്റെ ഒപ്പം, അല്ലെങ്കിൽ എന്റെ അമ്മയുടെ ഒപ്പം, അതുമല്ലെങ്കിൽ ക്ലയൻസിന്റെ ഒപ്പം മാത്രമേ ഞാൻ ഡിന്നറൊക്കെ കഴിക്കുവാനായിട്ട് പോയിട്ടുള്ളൂ. അല്ലാതെ മറ്റ് സ്ത്രീകളുടെ കൂടെ ഞാൻ ഒരിക്കലും പോയിട്ടില്ല. ഒന്നാതെ സൂവിന്റെ ജയിലിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു വന്നതേ ഉള്ളൂ. അങ്ങനെയിരിക്കെ ഞാനായിട്ട് എന്റെ കുഴി മറ്റൊരിടത്ത് തോണ്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നൊക്കെ ചെങ്ങും ചോദിക്കുന്നു. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ചെങ് വരുന്ന സമയത്ത് നീ പറഞ്ഞതിൽ ഏതായിരുന്നോ സത്യമെന്നൊക്കെ ചെങ്ങിന്റെ അടുത്ത ദിവസം ചോദിക്കുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് എപ്പിസോഡൊക്കെ റിലീസ് ആവാതെ ഒരിക്കലും സത്യം ഏതാണ് കള്ളം ഏതാണെന്ന് തൊട്ടടുത്ത കണ്ടസ്റ്റന്റിന്റെ അടുത്ത് പറയുവാനായിട്ട് പാടില്ല എന്നൊക്കെ പ്രോഗ്രാമിന്റെ ആൾക്കാരും വാശി പിടിക്കുന്നു. സോ അവരും സത്യം ഏതാണ് കള്ളം ഏതാണെന്ന് പറയുവാനായിട്ട് നിൽക്കുന്നില്ല. നമുക്ക് വീണ്ടും ഒന്നിക്കാമെന്ന് ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു എന്നൊക്കെ ഷെനും ഇപ്പോൾ തുറന്നു പറയുകയാണ്. ഈ ഒരു ഷോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുവാൻ നേരത്തെ എന്റെ ഒപ്പം ലൂവും ഉണ്ടായിരുന്നു. അപ്പോൾ മുതലേ പണ്ടത്തെ ഓരോരോ ഓർമ്മകളൊക്കെ എന്നെ തേടിയെത്തി. പിന്നെ ഇന്നലെ രാത്രി അവൻ എന്നെ രക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുന്നതിനിടയ്ക്ക് അവന്റെ കാലിന് പോലും പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അതും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നിക്കാമെന്ന ഒരു തീരുമാനത്തിലേക്കൊക്കെ ഞാനും എത്തി. എന്തായാലും ഇപ്പോൾ ഒന്നും കൂടി ആദ്യം തൊട്ടേ ആരംഭിക്കുന്നതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിന് നല്ലതെന്നൊക്കെ അവളും പറയുന്നു. ഷെൻ പറഞ്ഞ ഏത് കാര്യമാണ് കള്ളമായിട്ട് തോന്നുന്നതെന്ന് ലൂവിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും വീണ്ടും ഒന്നിക്കാമെന്ന് പറഞ്ഞതാണ് കള്ളമായിട്ട് അവന് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതായത് കുറച്ചു ദിവസം മുമ്പ് അവൾ കണ്ട സമയത്ത് നമുക്കിനി ഫ്രണ്ട്സ് ആയിട്ട് തുടരാമെന്ന രീതിക്കായിരുന്നു അവൾ സംസാരിച്ചത്. ഇത്ര പെട്ടെന്ന് അവളുടെ മനസ്സ് മാറുവാനായിട്ട് യാതൊരു വിധത്തിലുള്ള സാധ്യതയും ഇല്ല എന്ന രീതിക്കാണ് ലൂവും പറയുന്നത്. ലൂ പറഞ്ഞ കാര്യങ്ങളിൽ ഏതായിരുന്നു സത്യമെന്നൊക്കെ അവർ ചോദിക്കുമ്പോഴത്തേക്കും ലൂ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമായിരുന്നു എന്നാണ് അവനും തുറന്നു പറയുന്നത്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരിക്കലും പരസ്പരം കള്ളം പറയുകയില്ല എന്നൊക്കെ അവരും സത്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നേ വരെ അവളുടെ അടുത്ത് യാതൊരു വിധത്തിലുള്ള കള്ളവും പറഞ്ഞിട്ടില്ല എന്നും ഇന്നലത്തെ ദിവസത്തിൽ പോലും ഞാൻ അവളോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യം മാത്രമായിരുന്നുവെന്നും ലൂവും പറയുകയാണ്. ലൂ പറഞ്ഞ ഏത് കാര്യമാണ് നിങ്ങൾക്ക് കള്ളമായിട്ട് തോന്നിയതെന്ന് ഷെന്നിന്റെ അടുത്ത് അവർ ചോദിക്കുമ്പോഴത്തേക്കും പണ്ടൊരിക്കൽ എന്റെ അടുത്ത് ഒരു കള്ളം പോലും അവൻ പറയുകയില്ല എന്ന് എനിക്ക് വാക്ക് നൽകിയതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നേ വരെ അവൻ എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നതെന്ന് അവളും അവരുടെ മുമ്പിൽ പറയുന്നു. ഡയറക്ടർ തന്നതാണെന്ന് പറഞ്ഞിട്ട് ജിയോയും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ പ്രോഗ്രാമിന്റെ ആൾക്കാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ആ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ബ്രേക്കപ്പിന് ശേഷം നിങ്ങൾ എപ്പോഴെങ്കിലും വീണ്ടും കണ്ടുമുട്ടി ഒന്നിക്കാമെന്ന രീതിക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ എന്നത്. ഇല്ല എന്നൊരു മറുപടിക്കല്ലോ പറയുമ്പോഴത്തേക്കും അതിന് കാരണം എന്താണ്, ബ്രേക്കപ്പിന് ശേഷം മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ജിയോയും ചോദിക്കുന്നു. ഷെൻ എന്നെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ ഷെന്നിനെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ വീണ്ടും ഒന്നിക്കുവാനായിട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുകയായിരുന്നു അവനും. അന്ന് അവർ രണ്ടുപേരും ഉണ്ടായിരുന്നത് വിദേശത്തുള്ള ഒരു രാജ്യത്തൊക്കെ ആയിരുന്നു. അങ്ങനെയിരിക്കെ അവൾ താമസിക്കുന്നതിന് മുമ്പിലായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന അവൻ കാണുന്നത് രണ്ടുപേര് അവിടെ നിന്ന് കിസ് ചെയ്യുന്നതൊക്കെയാണ്. അതുകൊണ്ടാണ് പിന്നെയും അവൻ അവളെ കോണ്ടാക്ട് ചെയ്യുവാൻ പോലും നിൽക്കാതിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിന് അവൻ മറുപടി പറയുന്നില്ല. അങ്ങനെ അവരും ആ ഒരു എപ്പിസോഡൊക്കെ ഷൂട്ട് ചെയ്ത് തീർക്കുന്നു. പിന്നീട് റൂമിലേക്കൊക്കെ വരുന്ന സമയത്ത് ഷെന്നും ലൂവും പരസ്പരം കാണുന്നുണ്ടെങ്കിൽ പോലും അവരൊന്നും തന്നെ മിണ്ടുവാനായിട്ട് നിൽക്കുന്നില്ല. അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഒരാൾ നോക്കുന്ന സമയത്ത് മറ്റേ ആൾ നോക്കാതെയൊക്കെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.